എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയെല്ലാം സ്വന്തം തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിലെത്തിയ സഞ്ജു സാംസന്റെ ശരിക്കും അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിന്റെ കഥയാണ്. ഈ തലക്കെട്ട് തന്നെ എല്ലാം പറയുന്നുണ്ടല്ലേ. ഇന്ത്യൻ ടീമിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ടു എന്ന് പലരും കരുതിയിരുന്ന ഒരാള് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ നമ്മുടെ രാജ്യത്തിന്റെ വിജയശില്പിയായി മാറിയത്? ശരി, നമുക്ക് ആ യാത്രയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോ ഈ കഥ നമുക്ക് തുടങ്ങേണ്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും തിളക്കമുള്ള ആ നിമിഷത്തിൽ നിന്നാണ്. അതായത് T20 ലോകകപ്പ് ഫൈനലിൽ നിന്ന്. ഈ നമ്പർ കണ്ടോ, 199. ഇതാണ് ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഇതൊരു വെറും കണക്കല്ല. കളി കൈവിട്ടു പോകുമെന്ന് തോന്നിയ സമ്മർദ്ദ നിമിഷങ്ങളിൽ അദ്ദേഹം ടീമിന് നൽകിയ ഊർജം എത്ര വലുതായിരുന്നു എന്നതിന്റെ തെളിവാണിത്. ശരിക്കും അവിശ്വസനീയം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഒരുപക്ഷെ കളിക്കാൻ അധികം അവസരം പോലും കിട്ടിയേക്കില്ല എന്ന് പലരും വിചാരിച്ചിരുന്നൊരു കളിക്കാരനാണ് അവസാനം ടൂർണമെന്റിലെ ഏറ്റവും വലിയ ബഹുമതിയായ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡ് നേടിയത്. പക്ഷേ ഈ വിജയം ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല. ഇതിനു പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും നിരാശകളും കാത്തിരിപ്പും നിറഞ്ഞ ഒരു നീണ്ട യാത്രയുണ്ട്. ആ യാത്ര എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. 2015 വലിയ പ്രതീക്ഷകളോടെ ഒരു ടീനേജറായി ഇന്ത്യയ്ക്കു വേണ്ടി അരങ്ങേറി. പക്ഷേ അവിടെ നിന്ന് ഈ ലോകകപ്പ് വിജയം വരെ ഏകദേശം 10 വർഷത്തോളം നീണ്ട ഒരു പോരാട്ടത്തിന്റെ കാലമായിരുന്നു. ടീമിൽ വന്നും പോയും ഇരുന്നു. പലപ്പോഴും അവസരങ്ങൾ പരിമിതമായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: പ്രതിഭയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ അതിനൊത്ത പ്രകടനം തുടക്കത്തിൽ വരാതിരുന്നത്? ഈ ഒരു കണക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആ പോരാട്ടത്തിന്റെ ആഴം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. IPLന്റെയും അന്താരാഷ്ട്ര മത്സരങ്ങളുടെയും പ്രകാശത്തിൽ നിന്നൊക്കെ മാറി കേരളത്തിലെയും ഇന്ത്യയിലെയും പല ഗ്രൗണ്ടുകളിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹം വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തു. വിജയമെന്നത് കഴിവ് മാത്രമല്ല, ആരും കാണാനില്ലാത്തപ്പോഴും തളരാതെ പരിശ്രമിക്കാനുള്ള ഒരു മനസ്സാണ് എന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നു. അതെ, ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നാം. മറ്റൊരു കളിക്കാരന് കുടുംബപരമായ ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് സഞ്ജുവിന് പ്ലേയിങ് 11ൽ അവസരം കിട്ടുന്നത്. വർഷങ്ങളുടെ പരിശ്രമത്തിനോടൊപ്പം ആ വലിയ വേദിയിലേക്ക് ഒരു വാതിൽ തുറക്കാൻ ആ ഒരു ഭാഗ്യം കൂടി വേണ്ടി വന്നു. ശരി, ഇനി നമുക്ക് ലോകകപ്പിലേക്ക് തന്നെ മടങ്ങിവരാം. സഞ്ജുവിന്റെ തലവര മാറ്റിക്കുറിച്ച ആ നിർണായക നിമിഷത്തിലേക്ക്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആ ഇന്നിംഗ്സ്, അത് ടീമിനെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ലോകവേദിയിൽ തന്റെ വരവ് ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു സഞ്ജു. അതൊരു സാധാരണ ഇന്നിംഗ്സ് ആയിരുന്നില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതേ സമയത്താണ് ഇന്ത്യൻ ടീമിന്റെ കളിരീതിയിലും ഒരു വലിയ മാറ്റം വരുന്നത്. സ്ഥിരമായി കുറഞ്ഞ റൺസ് എടുക്കുന്നതിനേക്കാൾ കളിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന, റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത പ്രകടനങ്ങൾക്ക് ടീം പ്രാധാന്യം നൽകി തുടങ്ങി. ഇത് ശരിക്കും സഞ്ജുവിന്റെ സ്വാഭാവിക ശൈലിക്ക് കൃത്യമായി ചേരുന്നതായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സഞ്ജു മാറിയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കളിരീതിയെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടീം അന്തരീക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു. അതായത് ശരിയായ കളിക്കാരന് ശരിയായ സമയത്ത് ശരിയായ പിന്തുണ കിട്ടിയ നിമിഷമായിരുന്നു അത്. അപ്പോ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് സഞ്ജു എന്ന വ്യക്തിയിലേക്ക്, അദ്ദേഹത്തിന്റെ ആ തനതായ ശൈലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അദ്ദേഹത്തിന്റെ കളിയുടെ ഒരു പ്രത്യേകത ക്ലാസിക് ക്രിക്കറ്റിന്റെ ഭംഗിയും ആധുനിക T20യുടെ ആക്രമണോത്സുകതയും ഒരുപോലെ ഒരുമിക്കുന്നതാണ്. നല്ല ഫുട്വർക്കിൽ കളിക്കുന്ന ക്രിക്കറ്റ് ഷോട്ടുകൾ, പക്ഷേ അതേസമയം തന്നെ കളി മാറ്റിമറിക്കാൻ, റിസ്ക് എടുക്കാൻ ഒരു മടിയുമില്ല. ഇനി അദ്ദേഹത്തിന്റെ സ്വഭാവം നോക്കൂ. സെമി ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. തനിക്കല്ല, കളി ജയിപ്പിച്ച ബോളർ ജസ്പ്രീത് ബുംറയ്ക്കാണ് ഈ അവാർഡ് ശരിക്കും അർഹിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ പക്വതയാണ് കാണിക്കുന്നത്. വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം ടീമിന്റെ വിജയത്തിന് വില കൽപ്പിക്കുന്ന ഒരു യഥാർത്ഥ ടീം പ്ലെയറുടെ ചിന്ത. അങ്ങനെ നമ്മൾ ഈ അവിശ്വസനീയമായ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്കെത്തുകയാണ്. ഈ ഒരു താരതമ്യം മാത്രം മതി എല്ലാം മനസ്സിലാക്കാൻ. ഒരു വശത്ത് ആദ്യത്തെ 23 ഇന്നിംഗ്സുകളിൽ ഒരേ ഒരു 50, മറുവശത്ത് ഈ ലോകകപ്പിൽ 321 റൺസ്, അതും അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ. അദ്ദേഹത്തിന്റെ കരിയറിലെ മാറ്റം എത്ര വലുതാണെന്ന് ഈ കണക്കുകൾ ഒരു കണ്ണാടി പോലെ നമുക്ക് കാട്ടിത്തരുന്നു.
ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കളിരീതിയിൽ ആ ഉയർന്ന റിസ്ക്കുള്ള ശൈലിയിൽ ഉറച്ചു വിശ്വസിച്ചതിനുള്ള പ്രതിഫലമാണ് അദ്ദേഹത്തിന് അവസാനം ലഭിച്ചത്. അത് അദ്ദേഹത്തെ കേരളക്കരയുടെ മാത്രമല്ല, ഇന്ത്യയുടെ മുഴുവനൊരു ജനകീയ നായകനാക്കി മാറ്റി. ഈ ചോദ്യം അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നമ്മളെ ചിന്തിപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ നെറുകയിലേക്കുയർന്ന സഞ്ജു സാംസന്റെ ഈ കഥ, കഠിനാധ്വാനത്തിലും സ്വന്തം ശൈലിയിലുള്ള വിശ്വാസത്തിലും ഉറച്ചുനിന്നാൽ ഏതൊരു പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.